പത്മനാഭൻ വക്കീലെ, ഞാൻ ആവർത്തിക്കുന്നു, ആഗോള അയ്യപ്പ സംഗമം 10 വോട്ട് അധികം കിട്ടാനുള്ള ഒരു പരിപാടി ആയിട്ട് ഞാൻ കാണുന്നേയില്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. എന്തായിരിക്കും ഈ ഉഡായിപ്പ് സംഗമത്തിൻ്റെ അജണ്ട, ലക്ഷ്യം? നമ്മളെ നാട്ടിലിപ്പോ കണ്ടുവരുന്ന എന്താ, വിവരം ഇല്ലാത്തവനെ വിവരാവകാശ മന്ത്രിയാക്കും, വിദ്യാഭ്യാസം ഇല്ലാത്തവനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കും, പിന്നെ സ്വഭാവശുദ്ധി ഇല്ലാത്തവനെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാക്കും, വിശ്വാസമില്ലാത്തവനെ ദേവസ്വം ബോർഡ് മന്ത്രിയാക്കും. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളക്കാര് ക്ഷണിച്ചു വരുത്തിയ ഒരു അപകടം. പാലക്കാട്ടുകാർക്ക് ഒരു അപകടം അവർ ക്ഷണിച്ചു വരുത്തിയല്ലോ. ഇപ്പൊ 2021 ഭാരതീയ ജനതാ പാർട്ടി തനി തങ്കം 916 ഗോൾഡ് ഈ ശ്രീധരനെ നിർത്തിയപ്പോ തോൽപ്പിച്ചു. എന്നിട്ട് ജയിപ്പിച്ചവൻ പുതിയ മേച്ചിൽ പുറത്ത് തേടിപ്പോയി. പകരം ഒരു വിദ്വാനെ കൊണ്ട് നിർത്തി. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് അപകടമെന്ന്. ഇപ്പൊ അത് പുറമെ പറയാൻ പറ്റാത്ത സംഭവത്തിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ 2021 കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഈ പിണറായി സർക്കാർ. ഇത് 2016 അനുഭവത്തിൽ ഇതിനെ ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ഇവരെക്കാൾ മോശമായതുകൊണ്ടാണ് അവര് വീണ്ടും അധികാരത്തിൽ വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തില് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ടെന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു മുഖ്യ അതിഥിയായിട്ട് ആരെ വിളിക്കണം? ഇപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ഒന്നും വിളിക്കണം ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഈ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ വരുന്ന 2 സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് ആന്ധ്രാപ്രദേശും ഒന്ന് കർണാടകയുമാണ്. അതിൽ കർണാടകയുടെ മുഖ്യമന്ത്രി ഒരു വിശ്വാസിയല്ല, അയാൾ അമ്പലത്തിലൊന്നും പോകാറില്ല. എന്നാൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിച്ചിട്ട് 2 സംസ്ഥാനമാക്കിയിട്ടുണ്ട്, തെലുങ്കാനയും ആന്ധ്രാപ്രദേശും. ആ 2 സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ BJP-കാരല്ല. തെലുങ്കാന മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനാണ്. ഇവർക്ക് വലിയ വിരോധം ഉണ്ടാവില്ല. നല്ല വിശ്വാസിയാണ് റേവന്ത് റെഡ്ഡി. നല്ല വിശ്വാസിയാണ് തെലുങ്കുദേശത്തിന്റെ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ ശബരിമലയിൽ എല്ലാ വർഷവും വരാറുണ്ട്. നമ്മൾ അവിടെ പോയാൽ അറിയാം, AP വണ്ടിയും TS വണ്ടിയും ധാരാളം ഉണ്ടാവും. ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും സ്പെഷ്യൽ ട്രെയിൻ, ഡസൻ കണക്കിന് സ്പെഷ്യൽ ട്രെയിൻ ഓടുന്നുണ്ട്. എല്ലാം നിറഞ്ഞു കവിഞ്ഞാണ് വരുന്നത്. അപ്പൊ അവരെ ആരെയും വിളിച്ചുകൂടെ? ഈ ജീവിതത്തിൽ ഇന്ന് വരെ ക്ഷേത്രത്തിൽ പോയി തൊഴാത്ത, ഈശ്വര വിശ്വാസി അല്ലാത്ത, പെരിയാർ രാമസ്വാമി നായ്ക്കരുടെ ഗണപതി വിഗ്രഹം തച്ചുടക്കണം എന്ന് പറഞ്ഞ പെരിയാർ രാമസ്വാമി നായരുടെ പിൻഗാമിയായ ഈ സ്റ്റാലിനെ തന്നെ വിളിക്കേണ്ട എന്താ ആവശ്യം? അപ്പൊ ഇതിന്റെ ഉദ്ദേശം ഈ ക്ഷേത്ര വിശ്വാസത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും അതിന്റെ സങ്കല്പങ്ങളെയും ഒരു ഹൈന്ദവ സംസ്കാരത്തെയും അതിനെ എത്രത്തോളം പരിഹസിക്കാൻ പറ്റുമോ അത്രത്തോളം പരിഹസിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഒന്നാമത്തെ കാര്യം, ഈ കന്നിമാസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് അവിടെ നടത്തേണ്ട ആവശ്യമില്ല. കാരണം കന്നിമാസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശബരിമലയിൽ വലിയ ഒരു പ്രാധാന്യമില്ലാത്ത മാസമാണ്. അതായത് ചിങ്ങം കഴിഞ്ഞാൽ പിന്നെ തുലാത്തിലാണ് അവിടെ പ്രാധാന്യം. കന്നിയിൽ വലിയ ഒരു അവരുടെ ആചാരം ഞാൻ കേട്ടിട്ടില്ല, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ഒഴിഞ്ഞ സമയം നോക്കി കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ വിളിച്ചുകൂട്ടി ദേവസ്വം ബോർഡിന്റെ ചെലവിൽ മൃഷ്ടാംഗ ഭോജനവും കൊടുത്ത് ഈ ക്ഷേത്രങ്ങളെയും ആചാരങ്ങളെയും ഹിന്ദു സംസ്കാരത്തെയും പരമപുച്ഛത്തോടെ കാണുകയും അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെയും ക്ഷേത്ര വിശ്വാസികളെയും അതോടൊപ്പം മറ്റ് വിശ്വാസി സമൂഹത്തെയും, ഞാൻ മനസ്സിലാക്കുന്നില്ല ഇവിടുത്തെ മറ്റു മതവിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസികൾ, കുറെ തീവ്രവാദികൾ ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പൊ ധർമ്മസ്ഥലയില് അവരാണല്ലോ ക്യാമറ ദുഃഖി പോയത്, ഇപ്പൊ കിട്ടും അസ്ഥി കൂടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ മനാഫിനെ പോലത്തെ കുറെ സാധനങ്ങളൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥ ഇസ്ലാമിക ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് വേദനയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് വിശ്വാസി സമൂഹത്തെ പരിഹസിക്കാൻ ഏത് വിധത്തിലാണോ, കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് നിരത്ത് വീണ് ഉരുണ്ട ഒരു സ്ത്രീയാണല്ലോ ശബരിമല ഇവർ കൊണ്ടുപോയത്. ആ സ്ത്രീയുടെ സംസ്കാരം നമ്മൾ കണ്ടല്ലോ. കോഴിക്കോട് കടപ്പുറത്ത് നിലത്ത് വീണ് ഇങ്ങനെ ഉരുളുകയാണ്. റോട്ടുമെന്ന് അടി ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ, അതിന്റെ നിലവാരം ആലോചിച്ച് നോക്ക്. അവരെയാണ് ഇവര് എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് ശബരിമലയ്ക്ക്. അപ്പം വഷളാക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക എന്ന ക്ഷേത്ര വിശ്വാസങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ഹൈന്ദവ സംസ്കാരത്തെയും പുച്ഛിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. എന്നിട്ട് കിട്ടിയത് എന്താ?
അന്ന് ഈ കുൽസിത ശ്രമങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ. എന്താ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെ സംഭവിച്ചത്? ഒരു മോൻ പെണ്ണ് കേസ് പ്രതിയായി, വേറൊരു മോൻ വേറെ എന്താ കഞ്ചാവിന് വേണ്ടി മയക്കുമരുന്നിന് വേണ്ടി പണം കൊടുത്ത കേസിലും പ്രതിയായി. ഒരു കൊല്ലം ജയിലിൽ കിടന്നു, മറ്റവൻ നാരായണക്കല്ല് കണ്ടു. അപ്പോ ഇതൊക്കെ അനുഭവമാണ്, പഠിക്കുന്നത് നല്ലതാണ്. അതാ ഞാൻ പറഞ്ഞത്, കുന്തവും കുടച്ചക്രവും ആണ് ഭരണഘടനയിൽ നിന്ന് പറഞ്ഞ ആളെ മന്ത്രിമായി നിലനിർത്തുന്ന ഒരു രീതിയാണ് കേരളത്തിൽ. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാട്, ഈ സർക്കാരിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഹൈന്ദവമായ എല്ലാത്തിനെയും തകർക്കുക എന്നുള്ളതാണ്. അതേ സമയത്ത് ചില പ്രത്യേക വിഭാഗങ്ങളുടെ എന്താ പറയുക മതവികാരങ്ങളെ പോയി കീഴ്പ്പെടുത്തും, കാരണം 4 വോട്ട് സംഘടിതമായി കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിനെ അതിശക്തമായി എതിർക്കും. അതുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് സ്റ്റാലിൻ വന്നാൽ തടയും. ഒരു സംശയവുമില്ല, സ്റ്റാലിൻ വന്നാൽ തടയുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പണ്ട് ഒരു ദേശായി വന്നിട്ട് എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ പുറത്തേക്ക് കടക്കാൻ പറ്റാണ്ട് തിരിച്ചു പോയല്ലോ, അതുപോലെ സ്റ്റാലിൻ വന്നാൽ തിരിച്ചു പോകേണ്ടി വരും. അത് സ്റ്റാലിനും അറിയാം. തിരിച്ച് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ സമരം ഉണ്ടാവും, സ്റ്റാലിൻ അറിയാം. അതുകൊണ്ടാണ് സ്റ്റാലിൻ മെല്ലെ തടിയെടുത്തത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഇതിനെ നേരിടും, ഒരു സംശയവുമില്ല. ഈ തെമ്മാടിത്തത്തെ രാഷ്ട്രീയപരമായി നേരിട്ട് പരാജയപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും BJP തയ്യാറല്ല.